ജയറാമേട്ട ഈ പറഞ്ഞ പോലെ ചെണ്ട എന്ന് പറഞ്ഞ സംഭവം, ചെണ്ട ആന ഒക്കെ ജയറാമേട്ടൻ്റെ കമ്പമുള്ള കാര്യങ്ങൾ ഞാൻ ആനയിലേക്ക് പിന്നെ വരാം. എന്നാലും ചെണ്ട എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇപ്പോഴാണല്ലോ ജയറാമേട്ട ഈയിടെ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മേളത്തിനൊക്കെ പോകാൻ ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ അല്ലേ? ഒരു 10-15 വർഷമായിട്ട് പോകാറുണ്ട്. പക്ഷേ നല്ല സ്ഥലങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് മേളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കണം, നല്ല ആസ്വാദക ഇതുണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടപ്പെടാത്തവർ കേരളത്തിലുള്ളവർക്ക് ചെണ്ടയില്ലാതെ ഒന്നുമില്ല. അതെ, എന്നാലും അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ഓഡിയൻസ് ഉള്ള സ്ഥലങ്ങൾ. നമ്മൾ എന്തിനാണെങ്കിലും ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പാട്ടാണെങ്കിലും നമ്മളൊരു 100 തവണയെങ്കിലും അത് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിമിലാണെങ്കിലും ടേക്ക് എടുത്ത് അല്ലേ? അത് ഈ ചെണ്ട കൊട്ടുമ്പോൾ ഈ 100-150 പേരും ഒരു പ്രാക്ടീസും കൂടാതെ ഇതെങ്ങനെ ഈ ഒരുപോലെ അതിനൊരു കണക്കുണ്ടോ? എനിക്കതിനെപ്പറ്റി ഇതായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഈ സക്കീർ ഹുസൈൻ ഒരിക്കൽ ഷാജിയൻ കരുണിൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് അദ്ദേഹം മ്യൂസിക് ചെയ്യാനായിട്ട് വന്നിട്ട് സക്കീർ ഹുസൈൻ കണ്ടിട്ട് പറഞ്ഞിട്ടുള്ളൊരു വാക്കാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണി എന്ന് പറയുന്നത് അമേരിക്കയിലും യൂറോപ്പിലും UK-യിലും അവിടെ പല സ്ഥലങ്ങളിലും അവർ ക്രിയേറ്റ് ചെയ്ത് നിറയെ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ദിവസങ്ങളോടുള്ള റിഹേഴ്സൽ നോക്കി സിംഫണി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ സിംഫണി എന്ന് പറയുന്നത് ഇവിടുത്തെ ചെണ്ടമേളം തന്നെയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. കാരണം എവിടെന്നോ വരുന്നൊരു കൊമ്പുകാരൻ, എവിടെന്നോ വരുന്നൊരു കുഴലുകാരൻ, എവിടെന്നോ ഒരു ചെണ്ടയും തൂക്കി വരുന്ന ആൾ, എവിടെന്നോ വരുന്ന ഇളത്താളക്കാരൻ. ഈ 17-ാം തീയതി ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന മേളത്തിൽ എൻ്റെ കൂടെ 111 പേരുണ്ട്. ഈ ഒറ്റ ഇലത്താളക്കാരനെ ഞാൻ കണ്ടിട്ടില്ല, ഒരാളെ പോലും ഞാൻ കാണുന്നില്ല. 17-ാം തീയതി 6 മണിക്ക് തുടങ്ങണേ 5:55 പോകുമ്പോൾ നമസ്കാരം എല്ലാവരുമായിട്ട്. പക്ഷേ ഞങ്ങൾ തമ്മിലൊരു കോർഡിനേഷൻ എന്ന് പറയുന്നത് ആ കോല് വീഴുമ്പോൾ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണി എന്ന് പറയുന്നത്. ഒരു താളം പിഴക്കില്ല. ഒരു പ്രാക്ടീസ് അതിൽ കണക്കുകൂട്ടുകളിലായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും 96 അക്ഷരകാലം പഞ്ചാരി മേളത്തിൻ്റെ 96 അക്ഷരകാലം. അതിൽ കൊമ്പും കുഴലും അത് പണ്ടത്തെ കാരണവന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന സംഗതി അതാണ്. അത് ആ കൊമ്പിന്റെ ശബ്ദം തനിയെ കേട്ടാൽ അയ്യോ നമുക്ക് ചിലപ്പോൾ ഇത് ചെയ്യും. എനിക്കൊന്ന് മൈക്ക് എന്ന് പറഞ്ഞ സംഭവം അതുകൊണ്ടല്ലേ അയ്യോ ചെണ്ട അസുരവാദി എന്ന് പറയുന്നതല്ലേ. അപ്പോൾ ചെണ്ട തനിയെ നമ്മൾ കൊട്ടുമ്പോൾ ചിലപ്പോൾ ടാങ് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യും ഇതിങ്ങനെ. പക്ഷേ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു സിംഫണി എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ആയിരക്കണക്കിന് ആൾക്കാരിങ്ങനെ കൈ പൊക്കുന്നതിനോട്. അതെനിക്ക് കിട്ടുന്നൊരു സന്തോഷം ഭയങ്കര. ഇങ്ങനെ ചെണ്ടമേളത്തിൽ ഏറ്റവും വലിയൊരു മേളം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണോ അതോ? തൃശ്ശൂർ പൂരം ഇതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരത്തിനെ കൊട്ടാൻ പോയിട്ടില്ല, ഞാൻ കൂട്ടില്ല. തൃശ്ശൂർ ചെയ്തിട്ടുണ്ട്, പറമേക്കാവിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ മേളം, ഇലഞ്ഞിത്തറ മേളം. അതേപോലെ തന്നെ ചോറ്റാനിക്കരമ്മയുടെ പവിഴമല്ലിത്തറയിലാണ് ചോറ്റാനിക്കരമ്മയുടെ ശരിക്കും അവിടെയാണ് ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത്. പിന്നീടാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ആ പവിഴമല്ലിയുടെ ചോട്ടിൽ വെച്ച് 100-150 കലാകാരന്മാർ ചേർന്ന് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന പവിഴമല്ലിത്തറ മേളം എന്ന് പറയുന്നത് ഗംഭീരമാണ്. നമ്മുടെ കാളിദാസന് ഇങ്ങനെ ചെണ്ടമേളത്തിനോടൊക്കെ താല്പര്യമുണ്ടോ? അവന് നല്ല താളബോധമാണ്. ഇപ്പോൾ ഡെഫിനറ്റ്ലി കാണും. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മദ്രാസിൽ പത്മശേഷാദ്രി എന്ന സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവന് 2-3 പ്രാവശ്യം ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി നിർത്തിയിട്ട് പേരൻസ് വന്നാലേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു എന്തായിരിക്കും എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു മാം എന്താണ്? ഇല്ല, കാളിദാസൻ ഇസ് എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ്, നന്നായിട്ട് പഠിക്കും, നല്ല ബിഹേവിങ് ആണ്, നല്ലോണം ടീച്ചേഴ്സിനെയൊക്കെ റെസ്പെക്ട് ചെയ്യാൻ അവനറിയാം, ഇറ്റ്സ് എ വെരി നൈസ് ബോയ്, സ്വീറ്റ് ബോയ്, നന്നായിട്ട് പഠിക്കും, എല്ലാം ഓക്കെ, എവറിത്തിങ് ഇസ് ഓക്കെ. ബട്ട് അവനൊറ്റ കുഴപ്പമെന്ന് വെച്ചാൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ താളം പിടിക്കുക ഡെസ്കിൽ. പല പ്രാവശ്യം ഞങ്ങൾ വാൺ ചെയ്തതാണ് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ഇതേ കുഴപ്പത്തിന് പെരുമ്പാവൂർ ബോയ്സ് സ്കൂളിൽ നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കിയതാണ് പണ്ട്. ഗോവിന്ദൻകുട്ടി സാർ പല പ്രാവശ്യം എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് ഡെസ്കിൽ താളം പിടിക്കരുതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം പിന്നെ നമുക്കുണ്ടായ വിത്തില്ല, അത് അങ്ങനെ തന്നെ വരുള്ളൂ എന്ന് നമുക്കറിയാം. ഈ താളം പിടിക്കൽ അവൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ്. ജയറാമിന്റെ പാട്ട് ഇഷ്ടമാണല്ലോ അല്ലേ? പാട്ട് ഇഷ്ടമാണ്, പാടാൻ പറയാതിരുന്നാൽ മതി. പാടാൻ പറയുന്നത് ഒരു പാട്ട് പോലും എന്തായാലും നല്ലൊരു മ്യൂസിക് ലവർ ആയിരിക്കും. മ്യൂസിക് ലവറാണ്, എന്നാലും ഒരു നല്ല പണ്ടൊക്കെ പാടി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ഒരു പിച്ചും താളവും ബോധവും ഒന്നും ഉണ്ടാവില്ല. അത് വെറുതെ എന്ന് പാടാൻ വേണ്ടിയിട്ട് അങ്ങനെ കാര്യമില്ല. പാട്ടെന്ന് പറയുമ്പോൾ നല്ലൊരു പ്രൊഫഷണൽ സിംഗർ ആയിരിക്കും, നന്നായിട്ട് പാടാൻ പറ്റണം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നോട് നസീർ സാറ് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കണം. എനിക്ക് കേൾക്കാനുള്ള ഒരു കൊതി കൊണ്ട് എന്നോട് സംസാരിക്കണം. ഡയലോഗ്, സിനിമയിലെ ഡയലോഗല്ല,
ഉദ്ദേശിക്കുന്നത് എന്നോട് എന്തെങ്കിലും നസീർ സാർ സംസാരിക്കുന്ന ആ വോയിസ് മോഡിൽ എന്നോട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. പാർവതി അല്ലേ? അതെ അതെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജഗതിയെ കാണുന്നത് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ആ സിനിമയുടെ പേരെന്തായിരുന്നു? ചട്ടമ്പി കല്യാണി. അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത്. അതിനുശേഷം എത്രയോ സിനിമകൾ ഒന്നിച്ചഭിനയിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ഇന്ന് പപ്പ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. മുകളിലിരുന്നു കൊണ്ട് എല്ലാം നോക്കിക്കാണുന്നവനാണ് ഞാൻ. എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ, പ്രാർത്ഥിക്കാം.